CPIM എന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമായ മുഴുവൻ ബഹുജന സംഘടനകളിലുമുള്ള ലക്ഷക്കണക്കിന് പ്രവർത്തകർക്ക് എക്കാലവും ആവേശമാണ് VS അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ്. ഒരുപക്ഷെ DYFIക്ക് VSൽ ആവേശം കണ്ടെത്താൻ കഴിയില്ല എന്നാണ് ഈ ദേശീയ സമ്മേളനം കൊണ്ട് മനസ്സിലാകുന്നത്. കാരണം മറ്റൊന്നുമല്ല, DYFI അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന ഒരു പരിപാടിയിലും VSനെ സംഘാടകർ ക്ഷണിച്ചില്ല. സമ്മേളനത്തിന് മുന്നോടിയായി നിരവധി സെമിനാറുകളും കലാകായിക മത്സരങ്ങളും മറ്റ് പൊതുപരിപാടികളും DYFI സംഘടിപ്പിച്ചിരുന്നു. സംസ്ഥാനത്തെ പല മുതിർന്ന നേതാക്കളും ഇത്തരം പരിപാടികളിൽ ഉദ്ഘാടകരായും മുഖ്യ പ്രാസംഗികരായും എത്തുകയും ചെയ്തു. സമ്മേളന നഗരിയിലും വിവിധ സെമിനാറുകൾ DYFI സംഘടിപ്പിക്കുന്നുണ്ട്. ധനമന്ത്രി തോമസ് ഐസക്, പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്, പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തുടങ്ങിയ നേതാക്കളാണ് ഈ സെമിനാറുകളിൽ പ്രസംഗിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി അടക്കമുള്ളവരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സമാപന സമ്മേളനത്തിനും VSന് വേദിയില്ല. കൊച്ചി മറൈൻ ഡ്രൈവിലെ ഫിദൽ കാസ്ട്രോ നഗറിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ 2 ലക്ഷം പേരാണ് പങ്കെടുക്കുന്നത്. ചരിത്ര സമരങ്ങൾ ആവേശമായി കാണുന്ന യുവജന സംഘടന അതിന്റെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ പുന്നപ്ര വയലാർ സമരനായകനെ മറന്നു. പുതിയ ഇന്ത്യ എന്ന മുദ്രാവാക്യം മുൻനിർത്തി DYFIയുടെ 10ാം അഖിലേന്ത്യാ സമ്മേളനത്തിന് തുടക്കം കുറിക്കുമ്പോൾ പാർട്ടിയിലെ തലമുതിർന്ന നേതാവായ VS അച്യുതാനന്ദനെ ഒരു പരിപാടിയിൽ പോലും പങ്കെടുപ്പിക്കാത്തത് ഒരു വിഭാഗം അണികളുടെ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. സഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി.